എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് തുടരുന്നത് പ്രണയപുഷ്പം എന്ന പ്രണയകഥയുടെ 11ാം ഭാഗമാണ്. ആദി, നീ ഇത് എന്ത് പണിയാണ് കാണിച്ചത്? ഫോൺ വെച്ച ഉടനെ റിയ ആദിയോട് ചോദിച്ചു. എന്താ ചേച്ചി? അല്ല, നീ എന്തിനാ ഡോക്യുമെന്ററി എടുക്കാനേറ്റത്? ഓഹ്, അതാണോ? ശരിയായോ അത്? ശരിയായി. അതു കേട്ടപ്പോൾ ആദിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. നീ ഇത് എന്ത് തീരുമാനമാണ് ആദി? അങ്ങനെയൊരു ആഗ്രഹം തോന്നി. പല കൊലകൊമ്പൻ റിപ്പോർട്ടർമാർ വരെ ചെല്ലാൻ മടിക്കുന്ന നോർത്തിലെ വനങ്ങളിൽ പോയി ഡോക്യുമെന്ററി റിപ്പോർട്ട് തയ്യാറാക്കാൻ നിനക്ക് വട്ടാണോ? ഇല്ല ചേച്ചി, എനിക്ക് കുറച്ചുനാൾ ഒന്ന് മാറി നിൽക്കണം. ഇവിടെ നിന്നാൽ ശരിയാകില്ല. ഞാൻ വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണിത്. എടാ, 5-6 മാസം എടുക്കും ഈ പ്രോജക്റ്റ്. അതുകൊണ്ട് തന്നെയാ ഞാനിത് ഏറ്റെടുത്തത്. ശരി, നീ തീരുമാനമെടുത്താൽ പിന്നോട്ടില്ല എന്നറിയാം. എന്നാലും വേണോ ഇത്? ചേച്ചി പേടിക്കണ്ട, ഞാനിത് തീർത്ത് വേഗം വരില്ലേ. വേഗം വന്നാൽ കൊള്ളാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിന്റെ ആരാധികമാർ അവിടേക്ക് വരും. അതിനൊരു ചിരി സമ്മാനിച്ചു ആദി. അങ്ങനെ ആ ദിവസം കടന്നുപോയി. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ആദി ഒരു ക്രൂ ഉണ്ടാക്കി. അവരോടെല്ലാം അവിടെ എത്തിച്ചേരാനുള്ള നിർദ്ദേശങ്ങളെല്ലാം ആദി കൊടുത്തു. എല്ലാവരും പോകാൻ തീരുമാനിച്ച ദിവസത്തിന് ഒരു ദിവസം മുന്നേ ആദി ഒറ്റയ്ക്ക് ട്രെയിൻ കയറി. മാം, ആദി കേരളത്തിൽ നിന്ന് വരുന്നു. ഇവിടെ താമസിക്കുന്ന ആഷ്ലിൻ വർഗീസിന്റെ ഫ്രണ്ടാണ്. എനിക്കൊന്ന് ആഷ്ലിനെ കാണണമായിരുന്നു. ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ വാർഡനോട് ആദി കാര്യം പറഞ്ഞു. ആദിയോട് വാർഡൻ കുറച്ചുനേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആദി അവിടെ കുറച്ചു മാറി നിരത്തിയിട്ടിരിക്കുന്ന കസേരയിൽ പോയിരുന്നു. വാർഡൻ ഒരു ചെറിയ ചെക്കനോട് എന്തോ പറയുന്നതും ആ ചെക്കൻ തലയാട്ടി നേരെ ഗോവണി കയറി പോകുന്നതും ആദി കണ്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയഞ്ഞ ഒരു ബനിയൻ ടൈപ്പ് പാന്റും ഒരു അയഞ്ഞ ലേഡി ഷർട്ടും ധരിച്ച് ആഷ്ലിൻ ആ ഗോവണി ഇറങ്ങി വരുന്നത് ആദിയുടെ മിഴികളിൽ തെളിഞ്ഞു. ആ മാഷോ, ആഷ്ലിൻ ആദിക്കരികിൽ എത്തിയപ്പോൾ പറഞ്ഞു. ആദി മുൻപ് കണ്ട ആഷ്ലിൻ ആയിരുന്നില്ല അവൾ. അവളുടെ പ്രസരിപ്പൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവളുടെ മുഖത്തെ കാന്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. ആഷ്ലിൻ ആകെ മാറിയിരിക്കുന്നു. ഗോവണി ഇറങ്ങുമ്പോൾ തന്നെ കണ്ടപ്പോൾ അവളുടെ മുഖം ഒന്ന് പ്രസന്നമായതാണ്. എന്നാൽ അടുത്തെത്തിയപ്പോൾ മുഖത്ത് കാർമേഘം നിഴലിച്ചിരിക്കുന്നു. ആദി ആഷ്ലിനെ സസൂക്ഷ്മം നോക്കി. എന്തൊക്കെ ചോദിക്കണം, പറയണം എന്നുണ്ടായിരുന്നു. പക്ഷേ ആഷ്ലിന്റെ കോലം കണ്ടപ്പോൾ ആദി ഒന്നും ചോദിച്ചില്ല. കുറച്ചുനേരം അവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി നിന്നു. മാഷേ, ആഷ്ലിൻ എന്തോ ചോദിക്കാൻ വന്നപ്പോൾ ആദി, ആഷ്ലിൻ, നമുക്കൊന്ന് പുറത്തു പോയാലോ എന്ന് പെട്ടെന്ന് ചോദിച്ചു. ആഷ്ലിന് ബുദ്ധിമുട്ടാകുമോ? അത് കേട്ടപ്പോൾ ആഷ്ലിൻ ഒന്നും പറഞ്ഞില്ല. പകരം ചെറുതായി തലയാട്ടി. ഹേയ് മാഷേ, ബുദ്ധിമുട്ടൊന്നുമില്ല, പോകാം. ആഷ്ലിന്റെ തലയാട്ടലിന്റെ അർത്ഥം ആദിയുടെ മനസ്സിലെത്തി. ആദി പറഞ്ഞത് ആഷ്ലിനും ആഗ്രഹിച്ചിരുന്നു എന്ന് ആഷ്ലിന്റെ മുഖഭാവം കണ്ടപ്പോൾ ആദിക്ക് മനസ്സിലായി. ഇപ്പോൾ വരാം കേട്ടോ മാഷേ. ആഷ്ലിൻ സ്വന്തം ഡ്രസ്സിൽ നോക്കി പറഞ്ഞപ്പോൾ ആദിക്ക് മനസ്സിലായി ആഷ്ലിൻ ഡ്രസ്സ് മാറാൻ പോവുകയാണെന്ന്. ഗോവണി കയറി മുകളിലേക്ക് പോയ ആഷ്ലിൻ അധികം വൈകാതെ തിരിച്ചെത്തി. ഒരു ബ്ലൂ കളർ ജീൻസും ചുവപ്പിൽ കറുത്ത നേർത്ത വരകളാൽ ഡിസൈനുള്ള ലേഡി ഷർട്ടും. അതായിരുന്നു അവളുടെ വേഷം. ഇന്നാ മാഷെ, പുറത്ത് ഗേറ്റിനരികിലിരിക്കുന്ന കൈനറ്റിക്കിന് നേരെ നോക്കിക്കൊണ്ട് ഒരു താക്കോൽ ആദിക്ക് നേരെ നീട്ടിക്കൊണ്ട് ആഷ്ലിൻ പറഞ്ഞു. ആദി അത് വാങ്ങി. അധികം വൈകാതെ ആദി കൈനറ്റിക് എടുത്ത് സ്റ്റാർട്ടാക്കി. ആഷ്ലിൻ അതിന് പുറകിൽ കയറി. കൈനറ്റിക് ഹോസ്റ്റൽ ഗേറ്റും കടന്ന് പുറത്തേക്ക് ചലിച്ചു. ആഷ്ലിനുമായി കുറച്ചു സമയം ഒറ്റയ്ക്ക് ചെലവഴിക്കാൻ പറ്റിയൊരു സാഹചര്യമുള്ള സ്ഥലം തേടി കൈനറ്റിക് ടൗണിലൂടെ സഞ്ചരിച്ചു. ബാംഗ്ലൂരിൽ 1-2 തവണ വന്നിട്ടുള്ളതുകൊണ്ട് ആദിക്ക് അവിടമൊക്കെ കുറച്ച് അറിയാമായിരുന്നു. കുറച്ച് സഞ്ചാരത്തിനൊടുവിൽ ആദി കൈനറ്റിക് ഒരു ഫുട്പാത്തിന് സമീപമായി ഒതുക്കി. ആദിയും ആഷ്ലിനും വണ്ടിയിൽ നിന്നും ഇറങ്ങി. ഇത്രയും സമയമായിട്ടും രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. അവരുടെ ഇടയിൽ മൗനം കൊണ്ടുള്ള ഒരു മതിൽ കെട്ടിപ്പടുക്കപ്പെട്ടു. ആദിയെ അനുഗമിച്ച് ആഷ്ലിൻ ആദിയോടൊപ്പം ആ ഫുട്പാത്തിലൂടെ നടന്നു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഫുട്പാത്തിനോട് ചേർന്ന് ഒരു കുട്ടികളുടെ പാർക്ക് ആദിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആദി ആഷ്ലിനെയും കൂട്ടി അതിനുള്ളിലേക്ക് കടന്നു. അതിനുള്ളിൽ അധികം തിരക്കില്ലാത്ത ഭാഗത്തെ ഒരു ഇരിപ്പിടത്തിലേക്ക് ആഷ്ലിനെ ആദി ക്ഷണിച്ചു. ഇരിപ്പിടത്തിൽ രണ്ടുപേരും ഇരുന്നു. ആദി ആഷ്ലിനെ നോക്കി. അവൾ അകലെ കളിക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കുന്നു. ചാടിത്തുള്ളി വർത്തമാനം പറഞ്ഞിരുന്ന ആൾ ഇപ്പോൾ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നു. ഇവൾക്ക് എന്താ പറ്റിയത്? അവൾക്ക് സംഭവിച്ചത് തന്നെയല്ലേ നിനക്കും സംഭവിച്ചത്? ആദിയുടെ മനസ്സ് ആദിയോട് പറഞ്ഞു. അപ്പോൾ അവൾ എന്നെ ഇഷ്ടപ്പെട്ടിരുന്നുവോ? അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനാണോ? അപ്പോൾ എന്തിനവൾ അന്ന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞത്? അവൾ ഒരു കാരണവുമില്ലാതെ അങ്ങനെ പറയില്ലല്ലോ. ആദിയുടെ മനസ്സ് 2 തരത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഷേ, എല്ലാം നിർത്ത്. ഞാനിപ്പോൾ എന്തിനാ വന്നത്? കഴിഞ്ഞതെല്ലാം മറക്കാനല്ലേ ഈ യാത്ര? ആ യാത്രയുടെ തുടക്കം അവളെ ഒരു നോക്ക് കണ്ട് എന്നേക്കുമായി പിരിയാൻ. അതിനല്ലേ വന്നത്? ഇതിപ്പോൾ എവിടേക്കാ ചിന്തിച്ചു കൂട്ടുന്നത്? അവളോട് യാത്ര പറയുന്നതിന് മുൻപ് അവളെ പഴയ ആഷ്ലിനായി ഒരിക്കൽ കൂടി കാണണം. അതിനുള്ള വഴി ആലോചിക്ക ആദി. അവന്റെ മനസ്സ് പറഞ്ഞു. ശരിയാ, അവളുടെ ഈ മൂഡ് മാറ്റണം. അവളുടെ മൂഡ് മാറണമെങ്കിൽ അവളോട് താൻ ഫ്രീ ആയി സംസാരിക്കണം. ആദി മനസ്സിൽ പറഞ്ഞു.
അവനൊന്ന് അകലേക്ക് നോക്കി കണ്ണുകൾ അടച്ചു തുറന്നു. പിന്നെ അവളുടെ നേരെ നോക്കി. ആശ്ലിൻ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു. അവന്റെ വിളിക്കായി കാതോർത്തിരുന്ന പോലെ ആശ്ലിൻ അവന്റെ ശബ്ദത്തിൽ ലയിച്ച് അവന്റെ നേരെ കണ്ണുകൾ പായിച്ചു. അവരുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞ പോലെ ആദിക്ക് തോന്നി. എന്താ ആശ്ലിൻ, ഇതെന്ത് കോലമാടോ? കുറച്ചു നേരത്തെ മൗനം ഭേദിച്ചുകൊണ്ട് ആദി പെട്ടെന്ന് ചോദിച്ചു. അത് പിന്നെ മാഷേ, ഇവിടുത്തെ ഫുഡും ക്ലൈമറ്റും ഒക്കെയാ, ആശ്ലിൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ഉവ്, ഇതെങ്ങാനും അനു കാണേണ്ട. അത് കേട്ടപ്പോൾ ആശ്ലിൻ ചെറുപുഞ്ചിരി മുഖത്ത് വരുത്താൻ ശ്രമിച്ചു. അല്ല മാഷെന്താ ഇവിടെ? ഞാനോ? അല്ല പിന്നെ ഞാനോ? ആശ്ലിൻ ചെറുചിരിയോടെ ചോദിച്ചു. അവളിൽ പഴയ ആശ്ലിൻ പുറത്തു വരുന്നത് ആദി കണ്ടു. അത് കേട്ടപ്പോൾ ചെറുചിരിയോടെ ഒരു വലിയ യാത്രയുടെ തുടക്കം. അത് ആശ്ലിനിൽ നിന്നുമാകട്ടെ എന്ന് കരുതി ആദി പറഞ്ഞു. ഓഹോ, എവിടേക്കാ ഈ കലാകാരന്റെ യാത്ര? വല്ല കാശിക്കും മറ്റുമാണോ? ആശ്ലിന്റെ സ്വസിദ്ധമായ ശൈലിയിൽ അത് പറഞ്ഞു കേട്ടപ്പോൾ ആദിയുടെ ഉള്ളം നിറഞ്ഞു. ഇത്രയും പെട്ടെന്ന് അവൾ പഴയ പോലെ ആകുമെന്ന് ആദി കരുതിയിരുന്നില്ല. ഹ, കാശിക്കൊന്നുമല്ല, അതിനുള്ള പ്രായം നമുക്കായിട്ടില്ലല്ലോ. ചെറുപുഞ്ചിരിയോടെ ആദി അത് പറഞ്ഞപ്പോൾ അവരുടെ ഇടയിലെ മൗനത്തിന്റെ മതിൽ മുഴുവനായി തകർന്നടിഞ്ഞു. അവരുടെ ഇടയിൽ പഴയ സൗഹൃദം ഉടലെടുത്തു. പിന്നെ എവിടേക്കാ മാഷുടെ യാത്ര? അവൾ പുഞ്ചിരിയോടെ ചോദിച്ചു. ഹേയ്, ഒരു ഡോക്യുമെന്ററിയുടെ ആവശ്യത്തിനായി നോർത്തിലുള്ള കുറച്ച് വനാന്തരങ്ങളിൽ പോകണം. ഓഹോ, അത് കൊള്ളാമല്ലോ. അല്ല ആശ്ലിൻ, അനു വിളിക്കാറുണ്ടോ? ദിവസവും വിളിക്കാറുണ്ട്. പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ അങ്കിളും അവളും വന്നിട്ടുണ്ടായിരുന്നു. ഓഹോ, അപ്പോൾ ഈ കോലം അവർ കണ്ടില്ലേ? കണ്ടു. കുറെ ചീത്ത പറഞ്ഞിട്ടാ അവൾ പോയത്. അതിനൊരു ചിരി ആദി അവൾക്കായി സമ്മാനിച്ചു. അല്ല, മാഷെന്താ ഇപ്പോൾ ബത്ലഹേമിലേക്ക് വിളിക്കാത്തത്? ഞാനോ? അനു പറഞ്ഞു. അവൾ വിളിച്ചാലും മാഷ് അധികം സംസാരിക്കാറില്ല എന്ന്. അതു പിന്നെ തിരക്കായിരുന്നു. ആദ്യ ഉത്തരം പറയാൻ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു. അവൾ ഒന്നു മൂളിയിട്ട് അകലങ്ങളിലേക്ക് കണ്ണും നട്ടിരുന്നു. അവരുടെ ഇടയിൽ വീണ്ടും മൗനം തളം കെട്ടി. കളിച്ചിരികൾ മാഞ്ഞു. ആദിയും വേറെന്തോ ചിന്തയിൽ മുഴുകിയിരുന്നു. മാഷേ. കുറച്ചു നേരത്തെ മൗനത്തിനൊടുവിൽ ആശ്ലിൻ ആദിയെ വിളിച്ചു. ആദി അവളുടെ വിളി കേട്ട് അവളെ നോക്കി. മാഷേ, ഞാനാണോ മാഷിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം? ഒരു തരത്തിൽ അങ്ങനെയും പറയാം. പക്ഷേ തന്നെ കുറ്റം പറയാൻ പറ്റില്ലടോ. ശരിക്കും കുറ്റക്കാരൻ ഞാൻ തന്നെയാ. ആഗ്രഹിക്കാൻ പാടില്ലാത്തത് ആഗ്രഹിച്ചത് ഞാനല്ലേ? ആദി പറഞ്ഞു. മാഷേ, എന്റെ അവസ്ഥ അങ്ങനെയാണ് മാഷേ. ആശ്ലിൻ പറഞ്ഞു പകുതിയായപ്പോൾ. ഹേയ്, അത് വിട്. തനിക്ക് എന്നെ ഒഴിവാക്കണമെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാരണം ഉണ്ടാകും എന്നറിയാം. ഞാനിപ്പോൾ വന്നത് പഴയ കാര്യങ്ങൾ ആവർത്തിക്കാനല്ല. ഈ യാത്രയ്ക്ക് മുൻപ് തന്നെ ഒന്ന് കാണണമെന്ന് തോന്നി കുറച്ചുനേരം സംസാരിക്കണമെന്നും ആദി പറഞ്ഞു. ആദി പറഞ്ഞത് കേട്ടപ്പോൾ അവൾ ചെറുതായി മൂളി. വീണ്ടും അവരുടെ ഇടയിൽ മൗനം നിറഞ്ഞു. ആശ്ലിൻ, വാ, നമുക്കൊരിടം വരെ പോകാം. ആദി അതും പറഞ്ഞ് എഴുന്നേറ്റു. എവിടേക്കാ പോകുന്നത് എന്നൊന്നും ചോദിക്കാതെ ആശ്ലിൻ ആദിയുടെ വാക്കുകൾ അനുസരിച്ച് ആദിയോടൊപ്പം നടന്നു. കുറച്ചു നടത്തത്തിനൊടുവിൽ അവർ പാർക്കിന് പുറത്തെത്തി. ആ പാർക്കിന് മുന്നിലായുള്ള റോഡിന്റെ എതിർവശത്തെ ഷോപ്പിംഗ് മാളിലേക്ക് ആശ്ലിനെയും കൂട്ടി ആദി നടന്നു. ഇതെങ്ങനെയുണ്ട് ആശ്ലിൻ? മാളിനുള്ളിലെ കൂളിംഗ് ഗ്ലാസും ഐ പ്രൊട്ടക്ഷൻ ഗ്ലാസും വിൽക്കുന്ന ഐ സെന്റർ എന്ന കടയിൽ കയറി നീലയും ബ്ലാക്കും കൂടിയ ഫ്രെയിമുള്ള ഒരു കൂളിംഗ് ഗ്ലാസ് എടുത്ത് ആശ്ലിന്റെ മുഖത്ത് വെച്ചു കൊടുത്തിട്ട് ആദി ചോദിച്ചു. ഇതെന്തിനാ മാഷേ? ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.